തലച്ചോറിന്റെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ വിവരണമാണിത്. നമ്മുടെ ശരീരത്തിലെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന ആ ബോസാണ് തലച്ചോറ്, അല്ലെ? പഠിക്കുന്നതും ചിന്തിക്കുന്നതും എന്തിന് ശ്വാസമെടുക്കുന്നത് പോലും എല്ലാം. ഒരു സൂപ്പർ കമ്പ്യൂട്ടറിന് പോലും ഇതിന്റെ കഴിവിനോട് മത്സരിക്കാനാവില്ല. അപ്പോ ഈ ഒരു അത്ഭുതത്തെക്കുറിച്ച് നമ്മൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട 3 കാര്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ കാര്യം, തലച്ചോറിലെ ഓരോ ഭാഗത്തിനും അതിൻ്റെതായ ജോലിയുണ്ട്. നമ്മുടെ ചിന്തകളെയും പേശികളെയും ഒക്കെ നിയന്ത്രിക്കുന്നത് സെറിബ്രം എന്ന ഏറ്റവും വലിയ ഭാഗമാണ്. ഇനി നമ്മൾ വീഴാതെ നേരെ നിൽക്കുന്നതോ? അതിന് സഹായിക്കുന്നത് സെറിബെല്ലമാണ്. ശ്വാസമെടുക്കുന്നതും ഹൃദയമിടിക്കുന്നതും പോലുള്ള കാര്യങ്ങൾ നമ്മൾ അറിയാതെ തന്നെ നടക്കുന്നുണ്ടല്ലോ. അത് നോക്കുന്നത് ബ്രെയിൻ സ്റ്റെമാണ്. അതുപോലെ നമ്മുടെ വികാരങ്ങളെയും ഓർമ്മകളെയും ഒക്കെ നിയന്ത്രിക്കുന്ന അമിഗ്ഡാല എന്നൊരു ചെറിയ ഭാഗവുമുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം, ഇത് കേട്ടാൽ നിങ്ങൾ ശരിക്കും അതിശയിക്കും. നമ്മുടെ തലച്ചോറ് വൈദ്യുതി ഉണ്ടാക്കുന്നുണ്ട്. ഏകദേശം 12 മുതൽ 25 വാട്ട് വരെ. അതായത് ഒരു ചെറിയ LED ലൈറ്റ് കത്തിക്കാൻ ഇത് മതിയാകും. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? അവസാനമായിട്ട്, വ്യായാമം ചെയ്യുന്നത് പഠിക്കാൻ ഒരുപാട് സഹായിക്കും. നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ തലച്ചോറിൽ ഒരു പ്രത്യേക കെമിക്കൽ ഉണ്ടാവും. ഇത് പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള തലച്ചോറിന്റെ കഴിവിനെ അങ്ങ് കൂട്ടും. അപ്പോ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ചൊന്ന് ഓടുകയോ കളിക്കുകയോ ചെയ്തിട്ട് വന്ന് ഒന്നുകൂടി നോക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, നമ്മുടെ തലച്ചോറ് ശരീരത്തെ നിയന്ത്രിക്കുന്ന, സ്വയം വൈദ്യുതി ഉണ്ടാക്കുന്ന, എപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സൂപ്പർ മെഷീൻ തന്നെയാണ്.